എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 18 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗം പബ്ലിക് എക്സാമിനേഷൻ, അതായത് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവരുടെ റിസൾട്ടുകൾ മെയ് 18 വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ഏകദേശം ഒരു മെയ് 15 അല്ലെങ്കിൽ മെയ് 10 വരുമെന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു +2വിൻ്റെ റെഗുലർ വിഭാഗം അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതായത് +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം മെയ് 18 വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു മെയ് 18 നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം, അതായത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. റിസൾട്ട് പ്രഖ്യാപിച്ച് ഈ ഒരു ഇത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ ഇത്ര വിദ്യാർത്ഥികൾ ജയിച്ചു, ഇത്ര വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു +2വിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ എപ്പോഴാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ ഒരു എത്ര വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടി, അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം, അതുപോലെ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് A+ ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പിനാണ്, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾക്ക് ഇതിൽ ഏത് ഗ്രൂപ്പുകൾക്കാണ് കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയിട്ടുള്ളത്, അതുപോലെ ഏത് വിഷയത്തിനാണ് വിദ്യാർത്ഥികൾ കൂടുതൽ A+ നേടിയിട്ടുള്ളത്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അറിയിക്കും. ഇതിനുശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഒന്നുകിൽ രാവിലെ 11 മണി, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി, ഈ ഒരു ടൈമിലാണ് വിദ്യാഭ്യാസ മന്ത്രി സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു വാർത്താ സമ്മേളനം നടത്താറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് റിസൾട്ടുകൾ വിവിധ വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ ആപ്ലിക്കേഷനുകൾ വഴിയും ലഭ്യമാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ, ഫെയിൽഡ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥി +2 ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിയുടെ +1ൻ്റെയും +2ൻ്റെയും ടോട്ടൽ മാർക്ക് നോക്കിയിട്ടാണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ അല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയുടെ ടോട്ടൽ മാർക്കാണ്, അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ടോട്ടൽ മാർക്കാണ് നോക്കുന്നത്. എഴുത്ത് പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടെർമിനൽ ഇവാലുവേഷൻ TE എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട്, അതായത് നിങ്ങളുടെ +2 റിസൾട്ടിൽ +1ൻ്റേത് +2ൻ്റേത് ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് റിസൾട്ടിൻ്റെ ആ ഒരു, അതായത് റിസൾട്ട് വരുന്നത് ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് റിസൾട്ടിൽ +1ൻ്റെ മാർക്ക്, +2ൻ്റെ മാർക്ക്, അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലായിട്ടുള്ള മാർക്ക് ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് നോക്കുക. അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവർ ഈ ഒരു TE മാർക്കിൻ്റെ കൂടെ ഗ്രേസ് മാർക്ക് കൂടി ഉൾപ്പെടുത്തുക. ഗ്രേസ് മാർക്ക് GM എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് ടോട്ടലിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ടോട്ടലായിട്ട്, അതായത് ഈ ഒരു TE മാർക്ക് മാത്രമുള്ളവർ അതുമാത്രം നോക്കുക. അതുപോലെ GM ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ടോട്ടൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് 2 വർഷം കൂട്ടുമ്പോൾ 160 ആണ്. അപ്പോൾ ഈ ഒരു 160ൽ നിങ്ങൾക്ക് 48 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് 2 വർഷം നോക്കുന്ന സമയത്ത് 120ലാണ് വരിക. അപ്പോൾ ഈ ഒരു 120ൽ നിങ്ങൾക്ക് 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഗ്രാൻഡ് ടോട്ടലിൽ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ, അതായത് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി 48 കിട്ടിയിട്ടുണ്ടോ, അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കിട്ടാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ സേ പരീക്ഷയുടെ അപേക്ഷ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ ഒരു അപേക്ഷകളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ, അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എഴുതിയവർ ആ ഒരു വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു +2 സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. +2 തോറ്റ വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്കാണ് അപേക്ഷിക്കേണ്ടത്. ജയിച്ച വിദ്യാർത്ഥികളിൽ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. +2ൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കുന്നത് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു
സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, iExam മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ result.kite.kerala.gov.in എന്ന കൈറ്റിൻ്റെ വെബ്സൈറ്റ്, ഈ ഒരു വെബ്സൈറ്റ് വഴിയും അതുപോലെ PRD ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ അവരുടെ വെബ്സൈറ്റ്, ഇവയൊക്കെ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +2വിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് keralaresults.nic.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC റിസൾട്ട്സ്, VHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ലിങ്കുകൾ കാണാൻ പറ്റും. അതുപോലെ DHSC NSQF റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 ലിങ്കുകളാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ ഏത് ലിങ്കിലാണ്, അതായത് ഏത് റിസൾട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെങ്കിൽ സൈഡിലുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് അറിയാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾ ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഫെയിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ടിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് തന്നെ EHS എന്നാണ് കൊടുത്തതെങ്കിൽ അവർ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. NHS എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഫെയിൽഡ് അതാണ്, അതായത് ഏതെങ്കിലും സബ്ജക്റ്റ് ആ ഒരു വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ടാകും. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്കൂൾ വൈസ് റിസൾട്ടിൽ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്കാണ് ഉണ്ടാവുക. അതായത് CEയും അതുപോലെ TEയും അതുപോലെ പ്രാക്ടിക്കലുള്ളതാണെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഉൾപ്പെടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണ് തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കി ഏതൊക്കെ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 18 തീയതിയോടെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +2 പരീക്ഷാഫലം പ്രഖ്യാപിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.